നമസ്കാരം. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ, ഒരുപക്ഷെ ഏറ്റവും സങ്കീർണമായ ഒരു ദിവസത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. പ്രവാചകൻ മുഹമ്മദിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമി ആരാകണം എന്നതിനെ ചൊല്ലി എന്താണ് സംഭവിച്ചത്? ഒരു പ്രത്യേക ചരിത്രരേഖയെ അടിസ്ഥാനമാക്കി ആ സംഭവങ്ങളിലേക്ക് നമുക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഈ വാക്കുകൾ നോക്കൂ. പ്രവാചകന്റെ പിതൃസഹോദരനായ അബ്ബാസിന്റേതാണ്. ആ വിയോഗം സൃഷ്ടിച്ച ഞെട്ടലിനപ്പുറം ആ കുടുംബം അനുഭവിച്ച ഒരുതരം നിരാശയും ഇതിലുണ്ട്. ഖിലാഫത്ത്, അതായത് നേതൃത്വം, തങ്ങളുടെ കുടുംബമായ ബനു ഹാഷിമിൽ നിന്നും, പ്രത്യേകിച്ചും പ്രവാചകന്റെ മരുമകനായ അലിയിൽ നിന്നും കൈവിട്ടു പോകുമെന്ന് താൻ കരുതിയിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു ഞെട്ടലിൽ നിന്നാണ് ഈ കഥയുടെ തുടക്കം. അപ്പോ പ്രവാചകന്റെ അന്ത്യകർമ്മങ്ങൾ അതൊരു പുണ്യമായ കടമയായിരുന്നു. ആ സമയത്ത്, അതായത് പ്രവാചകന്റെ മരണശേഷമുള്ള ആദ്യ മണിക്കൂറുകളിൽ, അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനും മരുമകനുമായ അലി മറ്റൊരു തിരക്കിലായിരുന്നു. പ്രവാചകൻ തന്നെ ഏൽപ്പിച്ച ഒരു അവസാനത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം നിറവേറ്റുകയായിരുന്നു അദ്ദേഹം. അതായത് പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ വളരെ വ്യക്തമായിരുന്നു. അലി മാത്രമേ ആ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. മറ്റാരെങ്കിലും പ്രവാചകന്റെ സ്വകാര്യ ഭാഗങ്ങൾ കണ്ടാൽ അവരുടെ കാഴ്ച വരെ നഷ്ടപ്പെടുമെന്നു പറഞ്ഞിരുന്നു. ഇതിന് സഹായിക്കാൻ ജിബ്രിൽ മാലാഖയും മറ്റു മാലാഖമാരും ഉണ്ടാകുമെന്നും പ്രവാചകന്റെ വസ്ത്രം പോലും ശരീരത്തിൽ നിന്നും മാറ്റരുതെന്നും നിർദ്ദേശമുണ്ടായിരുന്നു. അപ്പോ ഇതൊരു സാധാരണ ചടങ്ങല്ല, മറിച്ച് തികച്ചും ദൈവികമായ ഒന്നായിട്ടാണ് ഈ രേഖയിൽ പറയുന്നത്. ശരിക്കും അലിയും പ്രവാചകന്റെ കുടുംബവും ഈ ഒരു വിശുദ്ധ കർമ്മത്തിൽ മുഴുകിയിരിക്കുമ്പോഴാണ് പുറത്ത് അധികാരത്തെ ചൊല്ലിയുള്ള കരുനീക്കങ്ങൾ തുടങ്ങുന്നത്. അവർ ഈ രാഷ്ട്രീയ ചർച്ചകളിൽ നിന്നൊക്കെ പൂർണ്ണമായും മാറി നിൽക്കുകയായിരുന്നു ആ നിമിഷങ്ങളിൽ. അങ്ങനെയിരിക്കെയാണ് ഒരു ഖിലാഫത്ത് രൂപപ്പെടുന്നത്. സഖീഫയിലെ യോഗം. അലി പ്രവാചകന്റെ അന്ത്യകർമ്മങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ പുറത്തെന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? അടുത്ത ഭരണാധികാരി ആരാകണം എന്നതിനെക്കുറിച്ച് വലിയ ചർച്ചകളും തർക്കങ്ങളും നടക്കുകയായിരുന്നു. അൽ ബറാ ഇബ്നു ആദിബ് എന്ന ഒരു സഹാബി ആ ദിവസങ്ങളിലെ ഒരുതരം ആശയക്കുഴപ്പവും പേടിയും നിറഞ്ഞ അന്തരീക്ഷത്തെക്കുറിച്ച് ഈ രേഖയിൽ വിവരിക്കുന്നുണ്ട്. ആ ആദ്യ മണിക്കൂറുകൾ ശരിക്കും നിർണായകമായിരുന്നു. ഒന്ന് നോക്കൂ, പ്രവാചകന്റെ മരണം സംഭവിക്കുന്നു. സമൂഹം ഒന്നടങ്കം ദുഃഖത്തിലാണ്. അതേസമയം പ്രവാചകന്റെ വീട്ടിൽ അലിയും കൂട്ടരും അന്ത്യകർമ്മങ്ങൾ തുടങ്ങിയിട്ടേയുള്ളൂ. എന്നാൽ ഇതിന് സമാന്തരമായി സഖീഫ എന്ന സ്ഥലത്ത് ഒരു രാഷ്ട്രീയ യോഗം ചേരുന്നു, പിൻഗാമിയെ തിരഞ്ഞെടുക്കാനായി. വളരെ പെട്ടെന്ന് തന്നെ അബൂബക്കറിനോട് ബയത്ത്, അതായത് കൂറ് പ്രഖ്യാപിക്കാൻ ആളുകളെ കൊണ്ടുവരുന്നു. ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരെക്കൊണ്ട് അത് ചെയ്യിപ്പിച്ചു എന്നാണ് ഈ രേഖ പറയുന്നത്. അപ്പോൾ ഒരു വശത്ത് സ്വകാര്യമായ ദുഃഖാചരണം, മറുവശത്ത് അതിവേഗത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കം. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഒരേ സമയം നടക്കുന്നത്. അങ്ങനെ പുതിയ നേതൃത്വം നിലവിൽ വന്ന ശേഷം അവരൊരു നീക്കം നടത്തി. അവർ നേരെ പ്രവാചകന്റെ പിതൃവ്യനായ അബ്ബാസിന്റെ അടുത്തേക്ക് ചെന്നു. ഒരു ഓഫറുമായിട്ടാണ് പോയത്. എന്താണ് ഓഫർ? അബ്ബാസിനും മക്കൾക്കും ഈ പുതിയ ഖിലാഫത്തിൽ ഒരു പങ്ക് തരാം. ഒരുപക്ഷേ അലിയുടെ അവകാശവാദത്തെ ദുർബലമാക്കാൻ അദ്ദേഹത്തിന്റെ അമ്മാവനെ കൂടെ നിർത്താനുള്ള ഒരു ശ്രമമായിരിക്കാം അത്. പക്ഷേ അബ്ബാസ് അത് നിരസിച്ചു. അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമായിരുന്നു. ഇത് പ്രവാചകൻ വഴി കിട്ടിയതാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ അവകാശമാണെടുത്തത്. ഇനിയിപ്പോൾ ഇത് ഞങ്ങളുടെ അവകാശമാണെങ്കിൽ അത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞങ്ങൾക്കൊരു താൽപ്പര്യവുമില്ല. അതായത് ഇതൊരു വിലപേശലിനുള്ള വിഷയമല്ല, അവകാശത്തിന്റെ പ്രശ്നമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. ഈ സംഭവവികാസങ്ങൾക്ക് ശേഷം ഒരു പ്രതിപക്ഷം രൂപപ്പെടാൻ തുടങ്ങി. അവർ രഹസ്യമായി യോഗങ്ങൾ ചേർന്നു. രാത്രികളിൽ അഭ്യർത്ഥനകളുമായി ആളുകളെ സമീപിച്ചു. കാരണം അബൂബക്കറിനെ തിരഞ്ഞെടുത്ത ആ ഒരു തീരുമാനത്തോട് എല്ലാവരും യോജിച്ചിരുന്നില്ല. ഒരു വിഭാഗത്തിന് അതിൽ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. അവർ ഈ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രഹസ്യമായി സംഘടിക്കാൻ തുടങ്ങി എന്നാണ് ഈ രേഖ പറയുന്നത്. അപ്പോൾ ആരായിരുന്നു ഈ ആദ്യത്തെ എതിർപ്പുകാർ? ഈ രേഖയനുസരിച്ച് മിഖ്താദ്, അബൂദർ, സൽമാൻ, അമ്മാർ ഇബ്നു യാസർ, ഹുദൈഫ, സുബൈർ ഇബ്നുൽ അവ്വാം തുടങ്ങിയ പ്രമുഖരായിരുന്നു അവർ. ഇവർ ഉബൈ ഇബ്നു കഅബിനെ പോലുള്ള മറ്റു പ്രധാനികളെ സമീപിച്ച് ഉപദേശം തേടാൻ ശ്രമിച്ചു. പക്ഷേ ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാവണം അദ്ദേഹം വാതിൽ പോലും തുറന്നില്ല എന്നാണ് പറയുന്നത്. അത്രയും അപകടം പിടിച്ചൊരവസ്ഥയായിരുന്നു അത്. ഈ വിവരണത്തിൽ സൽമാൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് വളരെ വിഷമിപ്പിക്കുന്ന ഒന്നാണ്. അലി തന്റെ അവകാശം സ്ഥാപിക്കാനായി സഹായം ചോദിച്ചു 3 രാത്രികൾ തുടർച്ചയായി ആളുകളുടെ വീടുകൾ കയറിയിറങ്ങി. പക്ഷേ പിറ്റേന്ന് രാവിലെ അദ്ദേഹത്തെ സഹായിക്കാൻ എത്തിയത് വെറും 4 പേരായിരുന്നു. വെറും 4 പേർ. അങ്ങനെയിരിക്കെ പള്ളിയിൽ വെച്ചൊരു നിർണായക സംഭവം നടക്കുകയാണ്. അവിടെയാണ് ഈ ചോദ്യം വരുന്നത്. ആരായിരുന്നു പള്ളിയിലെ മിമ്പറിൽ വെച്ച് പുതിയ ഖലീഫയ്ക്ക് ആദ്യമായി ബയ്യത്ത്, അതായത് കൂറ് പ്രഖ്യാപിച്ചത്? സൽമാൻ ആ കാഴ്ച വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു വൃദ്ധൻ ഒരു വടിയിലൂന്നി കരഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു. എന്നിട്ട് അബൂബക്കറിനോട് കൈ നീട്ടാൻ ആവശ്യപ്പെട്ടു.
സൽമാൻ ആ രൂപം കണ്ടപ്പോൾ വല്ലാത്ത അസ്വസ്ഥത തോന്നി. പ്രവാചകന്റെ മരണത്തിൽ ആ വൃദ്ധൻ ശരിക്കും സന്തോഷിക്കുന്നതുപോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. അപ്പോഴാണ് അലി ആ വൃദ്ധനെ തിരിച്ചറിഞ്ഞു എന്ന് ഈ രേഖ പറയുന്നത്. ആരായിരുന്നു അത്? അത് ഇബ്ലീസായിരുന്നു. അല്ലാഹു അവനെ ശപിക്കട്ടെ. ഇതൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. അതായത് ആദ്യമായി ബയ്യത്ത് ചെയ്തത് സാക്ഷാൽ സാത്താനായ ഇബ്ലീസാണെന്നാണ് ഈ വിവരണം അവകാശപ്പെടുന്നത്. അതിലൂടെ ഈ പുതിയ ഖിലാഫത്തിന് തുടക്കം മുതലേ ഒരു പൈശാചികമായ അംഗീകാരം കിട്ടിയെന്ന് പ്രതീകാത്മകമായി സ്ഥാപിക്കുകയാണിവിടെ. ഇനി നമ്മൾ ഈ കഥയുടെ ഏറ്റവും സംഘർഷഭരിതമായ ഒരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. വാതിൽപ്പടിയിലെ ആ ഏറ്റുമുട്ടൽ. അലി പുതിയ ഖലീഫയെ അംഗീകരിക്കാതെ വീട്ടിൽ തന്നെ തുടർന്നപ്പോൾ അദ്ദേഹത്തെ നിർബന്ധിച്ച് പുറത്തു കൊണ്ടുവരാൻ ഒരു ശ്രമം നടന്നു. ഈ രേഖയനുസരിച്ച് ഉമർ കുറച്ച് ആളുകളുമായി വിറകുമേന്തി അലിയുടെ വീടിന് മുന്നിലെത്തി. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവാണ് സത്യം, അലി ഒന്നുകിൽ പുറത്തു വന്ന് ബയ്യത്ത് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ വീട് കത്തിക്കും. ഇതായിരുന്നു ആ ഭീഷണി. തുടർന്നു വാതിലിന് തീയിട്ട് അകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമം നടന്നുവെന്നും അപ്പോൾ പ്രവാചകന്റെ മകൾ ഫാത്തിമ വാതിലിനടുത്തേക്ക് വന്ന്, ഓ എന്റെ പിതാവേ, ഓ അല്ലാഹുവിന്റെ പ്രവാചകരെ എന്ന് നിലവിളിച്ചുവെന്നും ഈ വിവരണം പറയുന്നു. അവിടെ നടന്ന ആ ആക്രമണം ഈ രേഖ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. 1. ഉമർ തന്റെ വാളും പരിചയം കൊണ്ട് ഫാത്തിമയുടെ പാർശ്വഭാഗത്തടിച്ചു. 2. ഒരു ചാറ്റവാർ കൊണ്ട് അവരുടെ കൈയിലടിച്ചു. ഇത് കണ്ട അലി മുന്നോട്ട് കുതിച്ച് ഉമറിനെ നിലത്തിട്ടെങ്കിലും പ്രവാചകന് കൊടുത്തൊരു വാക്ക് ഓർത്തുകൊണ്ട് അദ്ദേഹം സ്വയം നിയന്ത്രിച്ചു എന്നാണ് പറയുന്നത്. ഇത് വളരെ ഗൗരവമേറിയ, ശരിക്കും പറഞ്ഞാൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിവാദപരമായ ഒരു ആരോപണമാണ്. അങ്ങനെ ആ ഏറ്റുമുട്ടലിനു ശേഷം ഒരു തർക്കവിധേയമായ ബൈഅത്ത് നടന്നു. അലിയെ ബലമായി വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയി എന്നാണ് ഈ വിവരണം പറയുന്നത്. അവിടെ പള്ളിയിൽ വെച്ചുള്ള ആ അവസാനത്തെ ഏറ്റുമുട്ടലിൽ അലി വെല്ലുവിളിച്ചു, അല്ലാഹുവാണ് സത്യം, എന്റെ കയ്യിൽ വാളുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്നെ പിന്തുണയ്ക്കാൻ ഒരു 40 പേരുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ ഈ സംഘത്തെ ചിതറിച്ചേനെ. അതിന് ഉമറിന്റെ മറുപടി, അബൂബക്കറിന് ബയ്യത്ത് ചെയ്യുക, വെറുതെ സംസാരിച്ച് നിൽക്കണ്ട എന്നായിരുന്നു. അപ്പോൾ അവിടെയുണ്ടായിരുന്നവർ, ഞങ്ങൾ നിന്നെ അപമാനിച്ചു കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തി. അതിന് അലി പറഞ്ഞ മറുപടി, അങ്ങനെ ചെയ്താൽ നിങ്ങൾ കൊല്ലുന്നത് അബ്ദുള്ളയെയും അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹോദരനെയുമായിരിക്കുമെന്നായിരുന്നു. അപ്പോൾ ആ ദിവസത്തെ സംഭവങ്ങളുടെ ഏറ്റവും ദുരന്തപൂർണമായ അനന്തരഫലം എന്തായിരുന്നു? ഈ രേഖപ്രകാരം ഖുൻഫൂസ് എന്നൊരാള് വാതിൽ തള്ളിയതിന്റെ ആഘാതത്തിൽ ഫാത്തിമയുടെ വാരിയലൊടിഞ്ഞു. അവരുടെ ഗർഭം അലസുകയും ആ അസുഖം കാരണം പിന്നീടവർ മരണപ്പെടുകയും ചെയ്തു. അതുകൊണ്ടുതന്നെ അവരുടെ മരണത്തെ ഒരു രക്തസാക്ഷിത്വമായാണ് ഈ വിവരണം കാണുന്നത്. അങ്ങനെ ഈ വിവരണത്തിന്റെ പ്രതിധ്വനി ഇന്നും നിലനിൽക്കുന്ന ഒരു വലിയ ഭിന്നതയാണ്. പ്രവാചകന്റെ മരണശേഷം നടന്ന ഈ സംഭവങ്ങളെക്കുറിച്ചുള്ള ഈ ഒരു പ്രത്യേക ആഖ്യാനം ഇസ്ലാമിക ലോകത്തുണ്ടായ ഏറ്റവും വലിയ പിളർപ്പിന് തന്നെ അടിസ്ഥാനമായി മാറി. ആ ഭിന്നതയുടെ അലയൊലികൾ ഇന്നും നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു ചോദ്യം വരുന്നത്. എങ്ങനെയാണ് ഒരൊറ്റ ദിവസത്തെ സംഭവങ്ങളെക്കുറിച്ചുള്ളൊരു കഥ 1000-ലേറെ വർഷങ്ങളായി കോടിക്കണക്കിന് മനുഷ്യരുടെ വിശ്വാസത്തെയും അവരുടെ ഐഡന്റിറ്റിയെയും രൂപപ്പെടുത്തുന്നത്? ഈ കഥയുടെ ശക്തി അവിടെയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പിളർപ്പിന് അത് നൽകുന്ന വിശദീകരണത്തിലാണ്. എന്തായിരുന്നു യാഥാർത്ഥ്യമെന്നതിലുപരി എന്തായിരിക്കണമായിരുന്നു എന്നൊരു വിശ്വാസത്തിന്റെ കഥ കൂടിയാണത്.